ഏട്ടാ, അവനെ തടയണ്ട. നമ്മുടെ മുഖത്ത് കരുവാരി തേക്കാൻ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതങ്ങനെ അങ്ങ് ആവട്ടെ. ഏട്ടാ, ഏട്ടന്റെ ഈ വാചകമൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. ദൈവത്തിന് നിരക്കാത്ത കാര്യമാ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുന്നേ. ഗോമതി സ്റ്റോറിന്റെ തൊട്ടടുത്ത് ഇന്ദിരാ സ്റ്റോർ. ധർമ്മേട്ടൻ ഈ പറയുന്നില്ലേ, ഇതാ ദൈവത്തിന് നിരക്കാത്ത കാര്യം. അപ്പുറത്തുള്ള ഗോമതി സ്റ്റോറിനെ കുറിച്ച് ഓർത്ത് ധർമ്മേട്ടൻ വലിയ ന്യായം പറയുന്നു. അവരിങ്ങോട്ട് കാണിച്ചതൊക്കെ അങ്ങ് മറന്നുപോയോ? പൈസ കട്ടൂന്ന് പറഞ്ഞ് ആട്ടി ഇറക്കിയവരാ ദേവമംഗലംകാര്. അപ്പൊ നമ്മുടെ കട ഇവിടെ തന്നെ വേണം തുടങ്ങാൻ. ഇത്രയും പോലും അകലം പാടില്ലെന്നേ ഞാൻ പറയൂ. തൊട്ടടുത്ത് തന്നെ വേണമായിരുന്നു. സുകന്യേ, നീ എന്റെ ഭാര്യ, കൂറ് എന്നോട് വേണം കാണിക്കാൻ. തൽക്കാലത്ത് നേട്ടം കണ്ടിട്ട് മര്യാദയില്ലാത്ത വർത്താനം പറയരുത്. ശരി, ഇനി ആരും ഒന്നും പറയണ്ട. ഡയലോഗേ, എന്താ ദേ ആ ബോർഡുണ്ടല്ലോ, ഇന്ദിരാ സ്റ്റോഴ്സ്, അതിങ്ങ് അഴിച്ചെടുത്തേക്ക്. അയ്യോ അമ്മേ, അമ്മേ. അമ്മയുടെ പേരിലൊരു സ്ഥാപനം, അത് നമ്മുടെ അനിയൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു സന്തോഷമായിരുന്നു മനസ്സിൽ. അതിന് പറ്റിയൊരു കട നോക്കിയിട്ട് വേറെ ഒരിടത്തും കിട്ടാനില്ല. ആകെ ഉണ്ടായിരുന്ന ഒരെണ്ണ ഇവിടെ, അതങ്ങ് അഡ്വാൻസ് കൊടുത്തെടുത്തു. 10,000-10,000 ഒന്നും അല്ല, ലക്ഷങ്ങളാ അഡ്വാൻസ്. കട ഈ രീതിയിലാക്കാൻ വേറെ. അമ്മയുടെ പേരിനും നമ്മുടെ കഷ്ടപ്പാടിനും വിലയില്ല. വില എത്രയും ഗോമതി സ്റ്റോറിനാണെന്ന് അവൻ പറയുന്നതെങ്കിൽ വേണ്ട, വേണ്ട, കച്ചവടവും വേണ്ട, ഒന്നും വേണ്ട. ഹലോകെ, സാധനം എല്ലാം കൂടി പറക്കി കെട്ടി കിട്ടിയ വിലയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കണ. മോനെ ധർമ്മ, സത്യം പറഞ്ഞ സന്തോഷം കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, നിനക്കൊരു ജീവിതം കിട്ടാൻ പോകുന്നു. ഇത്രയും നാളും അമ്മയുടെ ആദ്യം മുഴുവൻ നിന്നെ കുറിച്ചായിരുന്നു. ഗോമതി സ്റ്റോറിൽ നീ നിൽക്കുമ്പോഴും നിന്റെ ഒരു ഭാവി എന്റെ മനസ്സിൽ തീയായിട്ട് കിടന്ന് കത്തുകായിരുന്നടാ. ഇങ്ങനൊരു സ്ഥാപനം നിനക്ക് വേണ്ടി തുടങ്ങാൻ തീരുമാനിച്ചപ്പോ എനിക്ക് എന്ത് സന്തോഷമായെന്നോ. ഇനി ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ എന്റെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുക. ചിലപ്പോ ഞാൻ തന്നെ വീണുപോകും. ചിലപ്പോ കൃഷ്ണമംഗലത്തേക്ക് ഞാൻ ജീവനോടെ പോയിന്ന് വരില്ല. നീ സംശയിക്കും പോലെ ബാലൻ നിന്നെ തെറ്റിദ്ധരിക്കൊന്നുമില്ല. നിനക്കൊരു ജീവിതം വേണമെന്ന് അവന് തിരിച്ചറിവുണ്ട്. പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന് ഇവിടെ കട തുടങ്ങുന്നതിനേക്കാൾ നിന്റെ കടയാവുമ്പോ ബാലൻ സന്തോഷിക്കേ ഉള്ളൂ. പിന്നെ തെറ്റിദ്ധാരണയൊക്കെ ഞാൻ പറഞ്ഞു മാറ്റിക്കോളാം. അമ്മയുടെ പേരെഴുതിയ ബോർഡ് കണ്ടിട്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലേ? അത് മനസ്സ് നിറഞ്ഞുള്ള കണ്ണീരാ. അതിന്റെ സ്ഥാനത്ത് നീ അമ്മയെ വേദനിപ്പിച്ച് കരയിപ്പിക്കരുത്. അവനെല്ലാം മനസ്സിലായി അമ്മേ. ഐശ്വര്യമായി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്താം. ധർമ്മന്റെ സമ്മതത്തോടെ മാത്രമേ ഞാനത് ചെയ്യൂ. ധർമ്മ, നീ പറ. സന്തോഷത്തോടെ ഞാനാ തിരി കൊളുത്തട്ടെ. ബാലേട്ടാ, യഥാർത്ഥത്തിൽ കുഴപ്പം ആനന്ദിന്റെ ആണോ അതോ മരുമകളുടെ ആണോ? കുഴപ്പോ? എന്ത് കുഴപ്പം? അല്ല, നാട്ടിലെ രണ്ടഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ചിലര് പറയുന്നു ബാലേട്ടന്റെ ഭാര്യ മരുമകളെ അടിച്ചിറക്കിയതാണെന്ന്. വേറെ ചിലര് പറയുന്നു ആ കുട്ടി ഇറങ്ങിപ്പോയതാണെന്ന്. ഇതിലേതാ സത്യം? സത്യം ഏതാണെന്നുള്ളതേ തന്റെ കാരണം പോച്ചൊന്ന് കിട്ടുമ്പോ മനസ്സിലാവും. എന്നോട് ചൂടാവുന്ന എന്തിനാ ബാലേട്ടാ? നാട്ടുകാർ പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചു പോയി. ബാലേട്ടനോട് സ്നേഹവും അടുപ്പമൊക്കെ ഉള്ളതുകൊണ്ടാ ഞാനൊന്ന് ചോദിച്ചു പോയത്. എടോ, താൻ ആദ്യം തന്റെ ജോലി ശരിക്ക് ചെയ്യാൻ നോക്ക്. ഈ ചായ ഒന്ന് നന്നാക്കാൻ നോക്ക്. എന്റെ കുടുംബകാര്യമേ ഞാൻ നോക്കിക്കോളാം. എന്റെ മരുമോളെ ഇറക്കി വിട്ടതായാലും അവൾ ഇറങ്ങിപ്പോയതായാലും തന്റെ അടുക്കളയിലെ അരി വേകാതിരിക്കുന്നില്ലല്ലോ. എടോ, ആദ്യം തന്റെ മുഖം നേരെ ചൊവ്വയാണെന്ന് കണ്ണാടി നോക്ക്. എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക. ഇയാളെ പോലുള്ളവരോട് സംസാരിക്കണ്ട. അല്ലടാ, എടാ മോനെ, ഞാനൊരു തമാശ പോലെ ചോദിച്ചതാ. അതെ, മറ്റുള്ളവരുടെ വിഷമം തന്നെ പോലുള്ളവർക്ക് തമാശയാ. രാവിലെ ഉറക്കം എണീക്കുമ്പോൾ മുതല് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുമെന്ന് അറിയാനല്ലേ തന്നെ പോലുള്ളവരുടെ വെപ്രാളം. കറുപ്പ് ഛർദ്ദിച്ചെന്ന് കേട്ട കാക്കയെ ഛർദ്ദിച്ചെന്ന് പറഞ്ഞ പഴയ കാരണവരുടെ പരമ്പരയാടോ താനൊക്കെ.
സ്വന്തം കണ്ണിൽ കോല് വെച്ചിട്ടാ മറ്റുള്ളവരുടെ കണ്ണിൽ കരടെന്ന് കളിയാക്കുന്നേ. ഈ നാട് നേരിടുന്ന പ്രശ്നം സാമ്പത്തിക പ്രശ്നമോ വികസന പ്രശ്നമോ അല്ല. പ്രശ്നം തന്നെ പോലുള്ളവരാ. നാട് നന്നാവാൻ താനൊന്നും സമ്മതിക്കില്ല. വേണ്ട ചേട്ടാ, ഞങ്ങൾ ചായ കുടിക്കാൻ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറ. ഇനി ഞങ്ങൾ വരുന്നില്ല, തീർന്നില്ലേ? ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ, നിങ്ങളങ്ങ് ക്ഷമിക്കേ. അതെ, അളിയും പണി പറ്റിച്ചല്ലോ പോലെ. എന്താ ജോണി ചേട്ടാ? എന്താ ജോണി ചേട്ടാന്ന്? അപ്പുറത്ത് കട ഉദ്ഘാടനമല്ലേ? ഏത് കട? എന്തുദ്ഘാടനം? നമ്മുടെ ബഷീർ നടത്തിയിരുന്ന കട ധർമ്മം വാങ്ങിയില്ലേ? കുടുംബ പ്രശ്നങ്ങളിടയിൽ ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഒറ്റ ദിവസം കൊണ്ടായ ഇടപാടൊക്കെ നടത്തിയത്. അളിയനും ബന്ധുക്കാരൊക്കെ അവിടെ നിപ്പോണ്ട്. ചേട്ടാ, ചേട്ടൻ കള്ളം പറഞ്ഞാണോ? തൊട്ടടുത്തല്ലേ, അങ്ങോട്ട് എന്നാ കാണാമല്ലോ. ഗോമതിയുടെ അമ്മയുടെ പേരാ കടയ്ക്ക്, ഇന്ദിരാ സ്റ്റോർ. ഗോമതി സ്റ്റോർ പൂട്ടിക്കാൻ വേണ്ടിയാ അതിന്റെ അപ്പുറത്ത് പുതിയ കട തുടങ്ങിയെന്നാ ആൾക്കാർ പറയുന്നത്. ബാലേട്ടാ, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞാലല്ലേ കുറ്റം? സ്വന്തം അളിയന്മാര് ചെയ്യുന്നത് കണ്ടില്ലേ? അതിനൊന്നും പറയാനില്ലല്ലേ? ചേട്ടാ, എന്തായാലും ധർമ്മം കാണിച്ചത് വല്ലാത്തൊരു നന്ദികേടായിപ്പോയി. ഈശ്വര, ഭഗവാനെ, എല്ലാം നന്നായി വരണേ. അവൻ ചതിച്ചു കളഞ്ഞല്ലോ ആനന്ദേ. അച്ഛാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? വേണ്ട. വല്ലാത്ത ദ്രോഹമാണല്ലോ മാമൻ കാണിച്ചത്. രാമേട്ടാ, ധർമ്മമാമൻ നമ്മളോട് കാണിച്ചത് അറിഞ്ഞോ? ആ ബഷീറിന്റെ കട ധർമ്മമാമന് വേണ്ടി വാങ്ങിയത്. ഞാനെന്താ ഇപ്പൊ അറിഞ്ഞു. ധർമ്മനിങ്ങനെ പകരം വീട്ടൊന്നും കരുതിയില്ല. ഏതോ ഒരു കട വരുന്നു ഞാൻ കരുതിയുള്ളൂ. ആർക്ക് വേണേ കട തുടങ്ങാലോ. പക്ഷെ അത് ധർമ്മനാണെന്നും എന്നോടുള്ള വാശിക്ക് വേണ്ടിയാണ് കട തുടങ്ങുന്നതെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ എത്ര ഉയർന്നു പോയാലും അതിൽ സന്തോഷിക്കുന്നവനാ ഞാൻ. കട തുടങ്ങുന്നത് ഒന്നുകിൽ പറഞ്ഞിട്ട് വേണമായിരുന്നു, അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും സ്ഥലത്ത്. ഇതിപ്പോ നമ്മൾ കാണാൻ വേണ്ടി നമ്മുടെ മുമ്പില്. അതെ, അവന് ജീവിക്കാൻ വേണ്ടിയല്ല, നമ്മളെ വെല്ലുവിളിക്കാൻ വേണ്ടിയാ ഇതിവിടെ തുടങ്ങിയത്. വിഷമിക്കാതെ ബാല, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. വേണ്ട, ആരും പോകണ്ട.
എന്താ ബാല? ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. എന്താച്ചാ ക്ഷീണം വലുതാണോ? ഏയ് ഒന്നുമില്ല, ഞാൻ ഉടനെ വരാം. എന്താ അങ്ങളെ? എന്താ എന്താ ഇവിടെ വീണത്? കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും എടുത്ത് വെച്ചൂടെ? അയ്യോ, വെള്ളോ? ഞാനിപ്പോ കൊണ്ടുവരാം. വേണ്ട. എന്താ ബാലേട്ടാ, എന്തു പറ്റി? അങ്ങളെ, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ കാര്യം? ഗോമതി, നിന്റെ കുടുംബത്തിൽ ഒരുത്തനെങ്കിലും നല്ലവനായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. ഇല്ല, ഒരാളുമില്ല, എല്ലാം ചതിയന്മാരാ. ബാലേട്ടൻ എന്ത് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കാ മനസ്സിലാവാത്തത്. മനുഷ്യരെ തിരിച്ചറിയാൻ ഈ ബാലിന് പറ്റിയിട്ടില്ല. എന്നും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചവരൊക്കെയാ എന്നെ ചതിക്കുന്നത്. പക്ഷെ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവനെങ്ങനെ തോന്നി? ബാലേട്ട, ആരുടെ കാര്യം ഈ പറയുന്നത്? കാര്യം എന്താണെന്ന് പറ ബാലേട്ട. എന്താന്നറിയണോ? ആ, നീ ചെല്ല്, അങ്ങോട്ട് ചെല്ല്. അവിടെ വലിയ ആഘോഷം നടക്കുക, എല്ലാവരും ഉണ്ട്. എവിടെ? ആ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? അതോ നീ എല്ലാം അറിഞ്ഞോ? എന്തറിഞ്ഞോന്നാ? ഓ, അപ്പൊ അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ആര്? പറയേണ്ടതാണല്ലോ. ചേച്ചിയോട് പറയാതെ അനിയനൊന്നും ചെയ്യില്ലല്ലോ. നീ അറിഞ്ഞിട്ടുണ്ടാവും. മനഃപൂർവ്വം എന്നോട് പറയാതിരുന്നതായിരിക്കും. ബാലേട്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബാലേട്ടൻ ആരുടെ കാര്യം ഈ പറയുന്നത്? നിന്റെ അനിയന്റെ കാര്യം തന്നെ. ധർമ്മന്റെയോ? ആ, അവന്റെ കാര്യം തന്നെ. ധർമ്മൻ എന്താ ചെയ്ത്? അവന് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വേണമെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. ആ, അവനത് കണ്ടെത്തി. ആണോ? അതെ, അവന്റെ ഏട്ടന്മാര് ചേർന്ന് അവനൊരു കടയിട്ട് കൊടുത്തു, പലചരക്ക് കട. നന്നായി. ഗോമതി സ്റ്റോർ പോലെ. അല്ലല്ല, ഗോമതി സ്റ്റോറിനേക്കാളും വലിയ കടയാണെന്നാ കേട്ടത്. നന്നായി. അവനിപ്പോ സ്വന്തമായിട്ടൊരു വരുമാനമായല്ലോ. സന്തോഷമുള്ള കാര്യല്ലേ ബാലേട്ട? അല്ല, അതിന് ബാലേട്ടൻ എന്തിനാ ഇവിടെ വന്നിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പച്ചി, വേറെന്തോ പ്രശ്നമുണ്ട്. വേറെന്തോ പ്രശ്നം? ഓ, അവൻ സ്വന്തമായിട്ടൊരു കട തുടങ്ങിയത് ബാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എനിക്ക് മനസ്സിലായി. അപ്പച്ചൊന്ന് മിണ്ടാതിരുന്നേ. അവനൊന്നും ഗോമതി സ്റ്റോറിൽ തന്നെ ജോലിക്ക് വരണമെന്നുണ്ടോ? അവന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ. ബാലേട്ട, അതിന് നമുക്കെന്താ? നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇതിനാണോ ഇവിടെ ഒന്ന് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ദേഷ്യം കാണിച്ചത്? ഞാൻ എന്തെങ്കിലും എടുത്ത് നിന്റെ മണ്ടയ്ക്കടിക്കും. എന്താ ബാലേട്ട? അവൻ കട തുടങ്ങിയത് എവിടെയാണെന്ന് നിനക്കറിയാമോ? അതെനിക്കറിയില്ല. അതറിയാതെയാ ഇവിടെ കിടന്ന് ചെലക്കുന്നേ. ഗോമതി സ്റ്റോറിന്റെ തൊട്ടടുത്ത് അവിടെയാ അവൻ കട തുടങ്ങിയിരിക്കുന്നത്. ഇന്ദിരാ സ്റ്റോഴ്സ്. ആ, അവൻ എന്ത് പണിയാ ബാലേട്ടയെ കാണിച്ചത്? നമ്മുടെ കടയുടെ തൊട്ടടുത്തോ? ചതിയാ. ചതിക്കാൻ വേണ്ടി തന്നെ അത് ചെയ്തത്. ചതിയാ. ചതിക്കാൻ വേണ്ടി തന്നെ അത് ചെയ്തത്.
അവൻ എന്നെ തോൽപ്പിക്കണം. അതിനവൻ കണ്ടുപിടിച്ച ഏറ്റവും നല്ല മാർഗം ഇതാ. ഇനി നമ്മുടെ കടയ്ക്ക് കച്ചവടം കുറയുമല്ലോ, ബാലൻ തോക്കുമല്ലോ. അവന്റെ മുന്നിൽ ഈ ബാലൻ തോറ്റു നിൽക്കണം. അവൻ അത്രയ്ക്കായോ? അവനൊരു കട തുടങ്ങിയെന്ന് കേട്ടപ്പോ ഞാൻ സന്തോഷിച്ചു. പക്ഷെ അവൻ നമ്മളോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചോ? ഇത് ചോദിച്ചേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ പോവാ. അവിടെ നിന്നേ. ഇത്രേ നീ എന്റെ കയ്യിൽ നിന്ന് വിടെ. എനിക്ക് അവനോട് 2 വർത്താനം പറയണം. അപ്പച്ചൊന്ന് അടങ്ങ്. അവനെ സ്വന്തം മോനെ പോലെ കണ്ട് സ്നേഹിച്ച ആളാ എന്റെ ഈ ബാലേട്ടൻ. ആ ബാലേട്ടനോട് അവൻ ഈ ചതി കാണിച്ചില്ലേ? അവന്റെ കട ഞാൻ ഇന്ന് പൂട്ടിക്കും. എന്നിട്ട് ഞാൻ അടങ്ങും. പറയുന്ന കേക്ക് അപ്പച്ചി. നിക്കവിടെ. എങ്ങോട്ടാ പോകുന്നത്? ബാലേട്ട, ആ കട അവൻ നടത്താൻ പാടില്ല. ചെല്ല്, എല്ലാവരും ഉണ്ട്. നിന്റെ ഏട്ടന്മാരും അമ്മയും എല്ലാവരും ഉണ്ട് അവിടെ. വേഗം ചെല്ല്. മനഃപൂർവ്വം എല്ലാരും കൂടി ചെയ്ത പരിപാടിയായിരുന്നു. ഞാൻ ചോദിക്കും. എന്ത് ചോദിക്കും? കട പൂട്ടണമെന്നോ? നീ ചെന്ന് പറയുന്ന ഉടനെ അവൻ കട പൂട്ടി താക്കോലെടുത്ത് നിന്റെ തരുവോ? ഇല്ലല്ലോ. ഗോമതി സ്റ്റോർ പൂട്ടിക്കാൻ വേണ്ടിയാ അവൻ ഇന്ദിര സ്റ്റോർ തുറന്നത്. അതാണ് അവന്റെ ഉദ്ദേശം. അതെ, നീയോ ഞാനോ ചെന്ന് പറഞ്ഞാൽ അവൻ കട അടയ്ക്കില്ല. അവന്റെ കട വന്ന് നടത്തട്ടെ. അവന്റെ ആഗ്രഹം പോലെ നമ്മുടെ കട തകർന്ന് നാശമാവട്ടെ, കച്ചവടം കുറയട്ടെ. അതല്ലേ അവന് വേണ്ടത്. ബാലേട്ട, നമ്മുടെ ധർമ്മം നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ. എടോ, എനിക്കിപ്പോ മനുഷ്യരെ മനസ്സിലാവുന്നില്ല. മനുഷ്യനെന്താ ഇങ്ങനെ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാ ഒരു മനസാക്ഷിയില്ലാതെ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്. നമ്മുടെ കുടുംബത്തിന് എന്തോ വലിയ ശാപം വന്നിട്ടുണ്ട് ബാലേട്ട. ദേവിയുടെ കാര്യമാണെങ്കിൽ അങ്ങനെയായി. ഇപ്പത്തെ ധർമ്മന്റെ കാര്യവും ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ നമ്മൾ എന്ത് പാപമോ ചെയ്തത്? അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരാളെ പോലെ നമ്മൾ ദ്രോഹിച്ചിട്ടില്ലല്ലോ ബാലേട്ട. അതായിരിക്കോടോ നമ്മൾ ചെയ്ത തെറ്റ്. മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അങ്ങളെ, കൊച്ചച്ഛൻ മനഃപൂർവ്വം ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. ഇതിന്റെ പിന്നിൽ വേറെന്തോ ഉണ്ട്. ഇതിന്റെ പിന്നിൽ വേറെന്താ ഉള്ളത്? അതെനിക്കറിയില്ല. പക്ഷെ കൊച്ചച്ഛൻ... മിത്ര, നീ വെറുതെ നിന്റെ കൊച്ചച്ഛന്റെ ഭാഗം പറയണ്ട. അവനെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇത് ചെയ്തത്. അവനോട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. അവൻ സ്വയം ഇറങ്ങിപ്പോയതല്ലേ. ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു, അത് ശരിയാണ്. അതോർത്ത് ഞാൻ വേദനിക്കുന്നുണ്ട്. പക്ഷേ എന്നോട് അവനിങ്ങനെ പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. അങ്കിളെ, കൊച്ചച്ഛന് ചിലപ്പോ ദേഷ്യമൊക്കെ കാണും. പക്ഷേ നമ്മളോട് പ്രതികാരം ചെയ്യാൻ പോയിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കൊച്ചച്ഛനെ കൊണ്ട് പറ്റില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വിശ്വസിച്ചവരൊക്കെ ഇപ്പൊ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. ആ ലിസ്റ്റിൽ ഇനി ആരൊക്കെ ഉണ്ടെന്ന് മാത്രമാണ് എന്റെ പേടി. എന്റെ ബാലേട്ടനെ ഇത്രയും വേദനിപ്പിച്ച അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മോനെ, എല്ലാം നന്നായിട്ടുണ്ട്. ധർമ്മ, നീ അമ്മയോട് കാണിച്ച പരിഗണനയാണ് ഇതെന്നറിയാം. നീ അമ്മയെ ശപിക്കരുത്. അമ്മേ, അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ അമ്മയെ ശപിക്കുമെന്നു? ഞാൻ വഴങ്ങിയത് തന്നെ ആ പേര് കാരണമാ. അവിടെ വെച്ച അമ്മയുടെ പേര് അത് അവിടുന്ന് മാറ്റണ്ട. ധർമ്മ,
രാഹുലം തുടങ്ങാറായി. വന്നേ, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കെ. പറ്റില്ല ഏട്ടാ. അമ്മേ, എടുത്തി തൽക്കാലം ആ കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത്. ഇതിപ്പോ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാനിരിക്കില്ല. അമ്മയും എന്നെ നിർബന്ധിക്കരുത്. ശരി, ധർമ്മം പറഞ്ഞത് അംഗീകരിക്കണം. ധർമ്മന് മടിയാണെങ്കിൽ ഇരിക്കണ്ട. ക്യാഷിൽ ഞാനിരിക്കാം. ആ, സുകന്യ ധർമ്മന്റെ ഭാര്യയല്ലേ? സുകന്യ ഇരിക്കുന്നത് ധർമ്മൻ ഇരിക്കുന്നതിന് തുല്യം തന്നെയാണ്. ആ, എന്നാ പിന്നെ സൂന്യ ഇരിക്കട്ടെ. സൂന്യ വാ. ചെല്. വാ. ഇരിക്കെ. അയ്യോ, ഇനി നീ ഞങ്ങളോട് സ്നേഹം കാണിക്കണ്ട. വേണ്ടായിരുന്നടാ, ഇത് നീ ചെയ്യരുതായിരുന്നു. അളിയ, ഞങ്ങളെ വേദനിപ്പിച്ചിട്ട് നീ തുടങ്ങിയ ആ കട നിനക്കൊരിക്കലും ഗുണം ചെയ്യില്ല. അധികം നാളത് അവിടെ ഉണ്ടാവില്ല.